സ്വാഗതം. ഗൈസ്, ഇന്ന് വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. റോഡ് സൈഡിലാണ് നിൽക്കുന്നത്, വണ്ടിയുടെ സൗണ്ട് ഉണ്ടാകും. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പൊ അച്ഛൻ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ പുറത്തു പോവാന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചോണ്ട് വന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും നോക്കിക്ക് റെഡിയായി കുട്ടപ്പന്മാരായിട്ട് നിൽക്കാണ്. കുഞ്ഞപ്പാ, സന്തോഷാണോ? അപ്പൊ ഞങ്ങളെ കറങ്ങാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണ്. അപ്പൊ നമ്മുടെ കുമ്പളങ്ങിയിലെ അക്ഷയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടില്ലേ പുതിയതായിട്ടൊരു ജ്വല്ലറി തുടങ്ങിയത്. അപ്പൊ അക്ഷയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് മുമ്പിൽ നിർത്തിയപ്പോ അച്ഛൻ വണ്ടി അങ്ങ് നിർത്തി. ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. എന്താണ് അച്ഛയുടെ മനസ്സിരിപ്പെന്ന് എനിക്കറിയില്ല. നീ ഇൻട്രോ പറഞ്ഞോ, വീഡിയോ എടുത്ത് തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അകത്ത് കേറിയിട്ട് എന്താണ് വല്ലതും മേടിച്ചു തരാനാണോ? എടാ, നീ അവിടെ പോയിരുന്നോ? വീണ്ടും വന്നു ഗൈസ്. അപ്പൊ നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടാണ്. എനിക്ക് അങ്ങനെ ഒരു കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഗൈസ്, എല്ലാരും കുമ്പളക്കി കൂടി വന്ന വഴി നമ്മുടെ അക്ഷയ ഗോൾഡ് ഡയമണ്ട്സ് ഇവിടെ ഒന്ന് കേറണേ. വെഡിങ് ആനിവേഴ്സറി അറിയല്ലേ, സ്റ്റാറ്റസ് ഉണ്ടല്ലേ, സ്റ്റാറ്റസ് ഉണ്ട് കേട്ടോ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ എനിക്ക് ആ മോതിരം മേടിച്ചത് അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇനി ഇപ്പൊ എന്താ ചുമ്മാ ഒന്നാണ് ഇവിടെ നിർത്താൻ പറഞ്ഞു. ചുമ്മാ പറയുന്നില്ലെന്ന് പറ. എന്ത് മേടിക്കാൻ വന്നാ? വില മേടിക്കാൻ വന്നാണ്, അതാ വെറുതെ വന്നാണോ? പറ. പറ്റിക്കാനായിരിക്കും. എനിക്കാണ് പിന്നെ ചുമ്മാ കട്ടിരിക്കാൻ ചുമ്മാ പറയല്ലേ. നിങ്ങൾ മുമ്പ് ഇവരെ പ്ലാൻ ചെയ്തിട്ടാണോ? ഒരു പ്ലാനും ഇല്ല. സത്യമാണോ? പാസരം മേടിക്കാ പറ. പാസരം മേടിക്കാ സത്യമാണോ? എന്നാ നോക്കാം. അത് വെള്ളിയുടെ ദേവചേട്ടൻ ചോദിക്കുന്നത് വെള്ളിയുടെ പാസരമാണ്. ആണോ? വെള്ളിയുടെ ഇത് സിൽവറിന്റെ അല്ലേ? ഇത് പാസരം തന്നെയാണോ? എത്ര രൂപയാണ്? 10-800 രൂപക്കുള്ളേ വരുള്ളൂ. ഇതാണോ അച്ഛേ? ഇത് നല്ല രസമുണ്ട് കാണാൻ. എന്റെ ദൈവം, എന്റെ എല്ലാരും കൂടിയിട്ട് പറ്റിക്കാണ് ഗൈസ്. അവസാനം ഒന്നുമില്ല, വാ പോര് മോതിരം മേടിച്ചു തന്നില്ലെന്ന് ചോദിക്കും ചിലപ്പോ. ഇത് വെച്ച് നോക്കാം. ഗൈസ്, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലെ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. കാരണം അച്ഛക്ക് ഇങ്ങനെ കള്ളത്തരമൊന്നും കാണിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കാനൊന്നും അറിയത്തില്ലേ. അപ്പം ഞാൻ കറങ്ങാൻ പോകാൻ വേറെ സ്ഥലം പറഞ്ഞപ്പോൾ അച്ഛ പറഞ്ഞു വേണ്ട നമുക്ക് അങ്ങോട്ട് പോകാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇക്കാനെ വിളിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തു. അപ്പോഴേ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് അടിച്ചു. പക്ഷേ പാദസരം വാങ്ങിക്കാനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. ഇപ്പോൾ ഇതേ നമ്മളെ ഇക്ക എടുത്ത് കാണിച്ചിരുന്നത് കരിമണി മാലയൊക്കെയാണ് കേട്ടോ. ഒക്കെ ഞാൻ ഈ കരിമണി മാലയെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ബ്രേസ്ലെറ്റ് കയ്യിലിടുന്നതേ കണ്ടില്ലേ, ബ്രേസ്ലെറ്റ് ഉണ്ട്, അതുപോലെ കരിമണി വെച്ചിട്ടുള്ള പാദസരം ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് അങ്ങനത്തെ മോഡൽ വേണോന്ന് ചോദിച്ചു. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അപ്പോഴും ഇവരെന്നെ പറ്റിക്കാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ മതിയോ അങ്ങനത്തെ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. മാക്സിമം ഒരു പവൻ പരസ്പരത്തിന്റെ ട്യൂബ് മോഡൽ. അപ്പൊ ഗൈസ്, ഇത് പരസ്പരത്തിന്റെ ട്യൂബ് മോഡലാണെന്നാണ് എനിക്ക് പറയുന്നത്. ഒന്നും നോക്കാനില്ല, അങ്ങോട്ട് എടുത്തത്. 1 പവനാണ് കേട്ടോ ഈ പാദസരം വരുന്നത്. അപ്പൊ ഇതൊരെണ്ണം അരപ്പവൻ, ഇതൊരെണ്ണം അരപ്പവൻ, അങ്ങനെയാണല്ലേ? ട്യൂബ് പരസ്പരം മോഡൽ ചെയിൻ പാദസരത്തിന്റെ ട്യൂബ് മോഡൽ. ഇത് കുഞ്ഞു കുഞ്ഞു ട്യൂബ് വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കയ്യിൽ വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ചേട്ടാ? കാണുന്നുണ്ടോ? അപ്പൊ എന്താ ഇത്? ഞാൻ എടുത്തോട്ടെ, വെച്ച് നോക്കട്ടെ. ഗൈസ്, ഇവരെല്ലാരും കൂടി എന്നെ പറ്റിക്കണം എന്നാണ് ഞാൻ ഇത്ര നേരം വിചാരിച്ചത്. പക്ഷെ ഓണർ തന്നെ പാദസരം ഇട്ട് തരുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സ്വർണ്ണ പാദസരം കാലിലിടുന്നത്. ഇട്ടോ ഗൈസ്? എങ്ങനെയുണ്ടോ അവിടെ പാദസരം? സൂപ്പറാണോ? ഇഷ്ടായോ? ഓക്കെ. വേറെ കളക്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ലൈറ്റ് വെയിറ്റിന്റെ ഗൈസ്, ഇവിടെ ചെറിയ ഗ്രാമില് 2 ഗ്രാം, 1 ഗ്രാം, 1 ഗ്രാമിൽ കുറഞ്ഞ് ക്യൂട്ടായിട്ടുള്ള 1/2 ഗ്രാമിന്റെ ഒക്കെ ക്യൂട്ട് കളക്ഷൻസ് ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ ഇവിടം വരെ വന്നില്ലേ, ഞാൻ അതും കൂടി നോക്കുന്നതിൽ വിരോധമുണ്ടോ? അങ്ങനെ നമ്മൾ കളക്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ഫാമിലി വന്നു കേട്ടോ. അപ്പൊ കുഞ്ഞപ്പനെ പോലെ ഒരു കുട്ടിക്കുറുമ്പൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ രണ്ടും നല്ല കളിയായിരുന്നേ. അപ്പൊ ചേച്ചിക്കാണെങ്കിൽ കളക്ഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ചേച്ചി എല്ലാം ചോദിച്ചും പറഞ്ഞും ഒക്കെ നിൽക്കാണ്. അപ്പൊ 1/2 ഗ്രാമില് 1 ഗ്രാമില് 1 ഗ്രാമിന് തൊട്ട് മുകളിൽ 1 ഗ്രാമിന് തൊട്ട് താഴെ വന്ന ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ക്യൂട്ട് കുഞ്ഞു കമ്മലുകളൊക്കെ ഇല്ലേ. ഇത്രയും ഈ ഒരു ഗ്രാമിലൊക്കെ ഇത്രയും ക്യൂട്ട് കമ്മൽ എവിടെ കിട്ടുമല്ലേ? നല്ല
രസമുണ്ട് കേട്ടോ കാണാൻ. നോക്കിക്കേ, 1/2 ഗ്രാമാണ്. 1/2 ഗ്രാം തൊട്ടിച്ചിരിയൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഞാൻ നമുക്കൊന്ന് വെയിറ്റ് എടുത്ത് നോക്കാം കേട്ടോ. വെയിറ്റ് കാണിച്ചു തരാം. ടാഗിന്റെ വെയിറ്റ് കുറയും അല്ലേ? ഇതെല്ലാം അങ്ങനത്തെയാണ് കേട്ടോ. നോക്കിക്കേ, 500 മില്ലിയുടെ ഇതൊക്കെ 500 മില്ലിയുടെ സാധനങ്ങളാണ് ഗൈസ്. പല ഹാർട്ട് ഷേപ്പിൽ വരുന്നുണ്ട്. പിന്നെ ഇതെന്ത് ഷേപ്പാ? ഇത് വേറൊരു ഷേപ്പ് ചോദിക്കരുത്, നിങ്ങള് ചോദിക്കരുത്. കണ്ടു തന്നെ അറിയണം ഗൈസ്, വന്ന് നോക്കി തന്നെ അറിയണം. കൂടുതലും ഇങ്ങനെ കുഞ്ഞു പിള്ളേർക്കാവുമ്പോ ഹാർട്ട് ഷേപ്പ് അല്ലേ ഭംഗി. ഇതേ ഒരു ഫ്ലവറിന്റെ ഷേപ്പ് കാണാമോ കുഞ്ഞിത്? കണ്ടില്ലേ? ഇതൊരു ഫ്ലവറിന്റെ ഷേപ്പാണ് കേട്ടോ. ഇതൊക്കെ 1/2 ഗ്രാം വരുന്നത്. ഇത് ഡ്രോപ്സ് ടൈപ്പ്. അതെ, ഇത് 1 ഗ്രാമിൽ താഴെയാണ്. 900 മില്ലി 800 മില്ലി ഒക്കെ വരുന്നത്, ഹാങ്ങിങ് മോഡൽ വരുന്നത്. അപ്പൊ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് ഫസ്റ്റ് ബർത്ത്ഡേക്കൊക്കെ, 1ാമത്തെ ബർത്ത്ഡേക്കൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതെല്ലാം 1 ഗ്രാമിൽ താഴെ. അത്യാവശ്യം സെയിലുള്ള ഐറ്റംസ് ആണ്. ബഡ്ജറ്റില് കൊള്ളും. അതെന്തേ നോക്കിക്ക്, എന്ത് ക്യൂട്ടാ നോക്കിക്ക്. കണ്ടില്ലേ ഹാങ്ങിങ്. ഈ ജിമിക്ക് പോലെ വരുന്നതൊക്കെ എത്ര അടിക്കാ? അതൊക്കെ 1 ഗ്രാം. ഇതൊക്കെ 1 ഗ്രാം. ഈ ജിമിക്ക് വന്നത് ജിമിക്കും കമ്മലൊക്കെ 1 ഗ്രാമിലാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ 1 ഗ്രാമിൽ വരുന്നതാണ്. ഇത് 1.5 ഗ്രാം. ഇത് 1.5 ഗ്രാം. ഇത് ഒരു ഇച്ചിരി കൂടി വലിയ ജിമിക്കാണ്. ഇതൊരു 1.5 ഗ്രാം വരും. ബാക്കി ഇതെല്ലാം ഇത് 1 ഗ്രാമിൽ താഴെയാണോ? 1 ഗ്രാം വരും. 1,200 ഒക്കെ വരും. ഇത് 2 ഹാങ്ങിങ്സ് ഉണ്ട്. 2 ഇങ്ങനെ ഹാങ്ങിങ്സ് വരുന്ന ടൈപ്പാണ്. മോൾഡിങ്ങിന് നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റിയ കമ്മലുകൾ 1 ഗ്രാം 1.5 ഗ്രാം ഒക്കെ വരുള്ളൂ. 1 ഗ്രാം 1.5 ഗ്രാം വരുന്ന ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന മോൾഡിങ്ങിൽ വരുന്ന കമ്മലുകളാണ് അല്ലെ? ഇതൊക്കെ 1.5 ഗ്രാം. 1.5 ഗ്രാം. 1.5 ഗ്രാം വരും. ഹാർട്ടിന്റെ 1 ഗ്രാം. ഈ ഹാർട്ടിന്റെ ഷേപ്പ് 1 ഗ്രാം. ഇത് 100 ആ വെയിറ്റ് ഒക്കെ വരുള്ളൂ. ചെറിയ വ്യത്യാസം. ഇത് സൂഫിയുടെ 2 ഗ്രാം വരുന്ന സൂഫിയുടെ കമ്മല. ഇത് 2 ഗ്രാം വരുന്ന സൂഫിയുടെ കമ്മലാണ്. ഇത് തന്നെ പച്ചക്കല്ലുണ്ട്, റെഡ് കല്ലുണ്ട്. ഏത് കളർ വേണമെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലേ? കളർ ഏത് കളർ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് ഫുൾ സെറ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സൂഫി കളക്ഷൻസ്, റിംഗ്, സ്റ്റഡ്, ലോക്കറ്റ്, ബാംഗിൾ, നെക്ലസ്, എല്ലാ ഐറ്റംസും നമുക്ക് സെറ്റ് ആയിട്ട് ചെയ്ത്. ഇത് സ്റ്റഡ് കമ്മല്, സൂഫിയുടെ റിംഗ്. ഇത് കമ്മല്, റെഡ് കളറിലെ സ്റ്റഡിന്റെ കമ്മല്. ഇത് അത് തന്നെ മോതിരം. സൂഫിയുടെ തന്നെ ചെറിയ 1.5 ഗ്രാം വെയിറ്റ് വരുന്ന 1.5 ഗ്രാം വെയിറ്റ് വരുന്ന മോതിരം. ഇതും അത് തന്നെ. ഇത് 1.5. ഇത് 2 ഗ്രാം ഉണ്ടാക്കിയ 2 ഗ്രാം. മറ്റേ 1.5 ഗ്രാം. 1.5 ഗ്രാം ഗ്രീൻ. എടുത്തു. ശരിയാ. ഇത് 1.5 ഗ്രാം ഉള്ളൂ. ഇത് 2 ഗ്രാം. ഫംഗ്ഷനൊക്കെ ഇട്ട് എന്ത് ലുക്ക് ആയിരിക്കും. അടിപൊളിയായിരിക്കും. തിളങ്ങി നിൽക്കും. അതിന്റെ ഗ്രീനിന്റെ റെഡിന്റെ പ്രത്യേകത ഏത് ഡ്രസ്സിൽ മാച്ച് ആവുകയും ചെയ്യും. ഗൈസ്, ഇവർക്ക് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ സൂഫി കളക്ഷൻസിന്റെ ബാംഗിളും മാലയും കമ്മലും വള എല്ലാം സെറ്റായിട്ട് വേണമെങ്കിൽ ഏത് കളക്ഷൻ ആണെങ്കിലും സൂഫി തന്നെ ഏത് വേണമെങ്കിലും ഞാൻ ഓൺലൈൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അവർ ഓർഡർ എടുത്ത് ചെയ്ത് കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അത്രയും നല്ല സർവീസ് ആണ്. 2 ഗ്രാം മുതൽ ഒരു 3 ഗ്രാം വരെ വരുന്ന ചെയിൻ ആണ്. ലവ് ഉണ്ടെന്ന്. അടിപൊളിയാണോ? ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടോ? കുട്ടികൾക്ക് പറ്റിയ പരസ്പരത്തിന്റെ കുട്ടികൾക്ക് പറ്റിയ ടൈപ്പ്. ഞാൻ കൈ കൊണ്ടേന്നിട്ട് കാര്യമില്ല. അവന് ഇടാൻ പറ്റുമോ? ലോക്ക് ചെയ്യാൻ പറ്റുമോ? വേണ്ട, ലോക്ക് ചെയ്താ ചിലപ്പോ ഇനി. എടാ ഇതെങ്ങനെയുണ്ടടാ? നോക്ക്, നീ ഇത് ഇഷ്ടപ്പെട്ടോ? ഇത് ഇഷ്ടപ്പെട്ടു. ഇത് 2 ഗ്രാം വരും അല്ലേ? 2 ഗ്രാം വരും. കുട്ടികളുടെ പരസ്പരത്തിന്റെ. ഇപ്പൊ ഞാൻ വാങ്ങിച്ച ടൈപ്പ് തന്നെ അതിന്റെ കുട്ടികളുടെ. ഗൈസ്, ഞാൻ വാങ്ങിച്ച പാദസരത്തിന്റെ തന്നെ കുഞ്ഞുങ്ങളുടെ. ഇതെന്ത് 2 കൂടി എത്ര വരും? 2 കൂടി അരപ്പം വരും. 3 ഗ്രാമിലും ചെയ്യാം. ഇതിപ്പോ 4 ഗ്രാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്റെ കാലിലൊന്നും ഇപ്പൊ ഇത് ഭാഗമാകില്ല. ഒരാള് കാല് നീട്ടി. എടാ, കാല് നീട്ടി വെച്ചേക്കണ എന്തിനാ? പാസറിടാനാണോ? പോനിന്റെ കാലം ഇടാൻ പറ്റൂലോടി. പോനിന്റെ കാലം ഇത് എങ്ങനെ ഇടുക? ബ്രേസ്ലെറ്റ് കാണിച്ചു തരാം കേട്ടോ. ക്യൂട്ടായിട്ട് ചെറിയ ഗ്രാമിൽ വരുന്ന കാണിച്ചു തരാമേ. 1 ഗ്രാമിന്റെ ബ്രേസ്ലെറ്റ് കരിമണിയുടെ. 1 ഗ്രാം 300 മില്ലിക്ക് ഗോൾഡിന്റെ വെയിറ്റ്. 1 ഗ്രാം 300 മില്ലിയുടെ കരിമണി. 1 ഗ്രാം വരുന്നത്. സ്റ്റോൺ കുറച്ച് 1,300 1,350 ആ രീതിയിലേക്ക്. ഇത് മറ്റേ കരിമണി മാല എന്ന് പറയുന്ന പോലെ കരിമണി ബ്രേസ്ലെറ്റ് ഉണ്ടോ? ഫുൾ സെറ്റ് ഉണ്ട്. മാലയുണ്ട്, മാലയുണ്ട്, പാസലുണ്ട്. നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കാം. ഇത് എത്ര ഗ്രാം വരും? ഇത് വെയിറ്റ് ആണ് ഏറ്റവും അടിപൊളി. 1 ഗ്രാം 900 മില്ലിക്ക് വെയിറ്റ്. അത് 2 ഗ്രാം താഴെ ബ്രേസ്ലെറ്റ് കാണണം. ഇത് 2 ഗ്രാം ഇല്ലേ? ഇല്ല, 2 ഗ്രാം ഇല്ല. ഇത് 2 ഗ്രാം
ഇല്ലേ? ഇല്ല 2 ഗ്രാം പക്ഷെ ഇല്ല. ഇത് കണ്ടിട്ട് ഒന്ന് നോക്കി കാണിച്ച്, ഒന്ന് നോക്കി കാണിച്ച് നോക്കട്ടെ. 2 ഗ്രാം ഇല്ലെന്നാണ് പറയണത്. ആ 1 ഗ്രാം 900 മില്ലി അല്ലേ? ഓക്കെ. അപ്പൊ പരസ്പരം ഈ പരസ്പരം 2 ഗ്രാം വെയിറ്റ് തന്നെ വരുള്ളൂ. 2 ഗ്രാം വെയിറ്റ്. ഇത് 3 ഗ്രാം വെയിറ്റ് വരും. നമുക്ക് 2.5 ഗ്രാമിലേക്ക് ചെയ്യാട്ടോ ഈ ടൈപ്പ്. 3 ഗ്രാം ആണ് നമുക്ക് 2 ഗ്രാം 2.5ലേക്ക് ചെയ്യാം. ഇതിപ്പോ ഏത് ഡിസൈൻ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഗ്രാമിൽ ചെയ്തെടുക്കാം. അതൊക്കെ ചെയ്തു തരാം, നമുക്ക് പറ്റുന്നില്ല നമുക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ 4 ഗ്രാം വെയിറ്റ് വരുന്ന ഇത് രണ്ടും 4 ഗ്രാം. 4 ഗ്രാം അരപ്പ പിന്നപ്പനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ്. ചെറിയ കുട്ടികളുടെ ഇഷ്ടമായോ? വെയിറ്റ് എത്രയാണെന്ന് അറിയട്ടെ, അത് കാണിച്ചു തരാം. എടാ അതിന്റെ വെയിറ്റ് നോക്കാം. കുഞ്ഞു ഇവന്റെ കൊടുത്താ പിന്നെ തരത്തില്ല. നോക്കിക്കേ, 300 ഗ്രാമില് കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ നല്ല അടിപൊളിയാണ്. ഇത് വലിയവർക്ക് പറ്റിയതാണ്. അതാണ് ഞാൻ കൈ നിറച്ചിട്ടിരിക്കുന്നത് ഗൈസ്. ഇതെല്ലാം എന്റെ സൈസിന് പറ്റിയതാണ്. അതാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിൽ ഒരെണ്ണം എനിക്ക് മേടിച്ചു തരാവുന്നതാണ്. ദൈവം വേണ്ട, ഇനി ഞാൻ പറയുന്നില്ല ഗൈസ്. പാവച്ചി. അപ്പൊ നിങ്ങള് കൊച്ചിയിലോട്ട് എടപ്പള്ളിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കുമ്പളങ്ങി വഴിയാണ് പോകുന്നതെങ്കിൽ അക്ഷയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ മറക്കാതെ കയറണം കേട്ടോ. നല്ല രീതിയിൽ വളരെ കുറഞ്ഞ പണിക്കൂലിയിൽ അടിപൊളി ഹോൾസെയിൽ റേറ്റിൽ സ്വർണം വാങ്ങിക്കാം. അതും 916 അടിപൊളി സ്വർണം. ഏതായാലും ഞാൻ ഹാപ്പിയായി. അച്ഛൻ താങ്ക് യു സോ മച്ച്. അച്ഛനെ ഒന്ന് കാണിച്ചേ. അങ്ങനെ വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ അവിടെ നിന്ന് കളക്ഷൻസ് ഒക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നേരെ ഫുഡ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അച്ഛൻ കുണ്ടന്നൂരോട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ നമ്മുടെ ഈ അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സ് വരുന്നത് കുമ്പളങ്ങിയിലാണ് കേട്ടോ. കുമ്പളങ്ങിയിലാണ്. അവിടെ നിന്ന് നേരെ കുണ്ടന്നൂരോട്ട് പോയി. കുണ്ടന്നൂർ പോയിട്ട് ഈ ഒരു കടയെന്ന് പറയാൻ പറ്റില്ല, ഇതിന് എന്താ സത്യത്തിൽ പറയുന്നത്, പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ബ്രോസ്റ്റഡ് ഉണ്ട്, തട്ടുകട പോലെ പുട്ട്, ബീഫ് കറി, അപ്പം, ദോശ ഒക്കെ ഉണ്ടാകും. തട്ടുകട ഇതൊരു പ്രത്യേക സെക്ഷനാണ്. ഇവിടെ തട്ടുകടയുടെ കിട്ടുന്ന ഫുഡെല്ലാം കിട്ടും. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ കിട്ടുന്ന സെക്ഷൻ, പിന്നെ കുഴിമന്തി കിട്ടുന്ന സെക്ഷൻ, ബർഗർ, പിസ്സ, അങ്ങനെയുള്ള സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ്, ഐസ്ക്രീം, അങ്ങനെ പല പല സെക്ഷനാണ് കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഗൈസ്. അവിടെ കുഞ്ഞപ്പനാണെങ്കിൽ അച്ഛനെയും റിൻഷാദിക്കാനെയും വിളിച്ചുകൊണ്ട് പോയി നോക്കിക്കേ. ബ്രോസ്റ്റഡിന്റെ മുമ്പിൽ ചെന്ന് തൊട്ട് കാണിക്കാണ്. അവൻ ഇതിന്റെ പടം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഫ്രഞ്ച് ഫ്രൈസും ബ്രോസ്റ്റഡൊക്കെ മേടിച്ചിട്ട് ഭയങ്കര ചൂടായിരുന്നേ. കാരണം നമ്മൾ പറഞ്ഞ അപ്പത്തന്നെ അവരുണ്ടാക്കി തന്നുകൊണ്ടേ നല്ല ചൂടായിരുന്നു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ മന്തി വന്നു. ഷവായി മന്തി ആണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിനു മുമ്പ് നമ്മൾ എന്താ പെരിപ്പരിയും സാധാരണ നോർമൽ മന്തിയും പിന്നെന്താ അൽഫാം മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഷവായി മന്തി ട്രൈ ചെയ്യുന്നത്. ചെറിയൊരു മധുരം ഉണ്ടാകും കേട്ടോ അതിൻ്റെ ആ ഒരു മസാലയ്ക്ക്. എന്നാലും അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.